വെള്ളാപ്പള്ളി നടേശനെ പൊന്നാട അണിയിച്ച് ജി സുധാകരൻ ആദരിക്കുന്നു. ഇത് കണ്ടിട്ട് തീരെ പിടിക്കാത്ത CK നജാഫ് എന്ന് പറയുന്ന MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുകയാണ്, ഇത്തരം വിഷം തുപ്പുന്ന ആൾക്കാരെയൊന്നും നിങ്ങൾ പോയിട്ട് ആദരിക്കരുത്, അത് UDFനോട് ചെയ്യുന്ന തെറ്റാണ്. എന്താണ് സാർ വെള്ളാപ്പള്ളി ചെയ്ത തെറ്റ്? വെള്ളാപ്പള്ളി വാ തുറന്നു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും പറയില്ലല്ലോ. പക്ഷെ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന് വേണ്ടി സംസാരിച്ചല്ലേ, അതിൽ തെറ്റുണ്ടോ? വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന് വേണ്ടി എന്ത് സംസാരിച്ചു? വെള്ളാപ്പള്ളി സമുദായത്തിന് വേണ്ടി സംസാരിക്കേണ്ട വ്യക്തിയല്ലല്ലോ. വെള്ളാപ്പള്ളി ചെയ്യേണ്ട വ്യക്തിയല്ലേ, സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യേണ്ട വ്യക്തിയല്ലേ. അപ്പോൾ SNDPയുടെ അധ്യക്ഷ സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്, പുള്ളി ജനറൽ സെക്രട്ടറി അല്ലേ. അപ്പോൾ അതിനകത്ത് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ SNDP എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഉള്ളത് അറിയാനൊന്നും നമ്മളത് വെള്ളാപ്പള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിലും വെള്ളാപ്പള്ളിക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് SNDP എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പക്ഷേ ലോകത്തുള്ള സകല വിഷയങ്ങളെക്കുറിച്ചിട്ടും മറുപടി പറയും. ഇപ്പം മലപ്പുറത്ത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഇതൊരു പ്രത്യേക പ്രദേശമാണ്, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇത് ഈ തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത സമയങ്ങളിൽ, അതായത് 50കളിലും 60കളിലും ഒക്കെ R ശങ്കറോടെയാണെന്ന് ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണിതല്ല. പുതിയ എത്ര കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പുതിയ എത്ര സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ പറയാൻ ഇടയ്ക്ക് അദ്ദേഹം പറയാറുണ്ടെങ്കിൽ ബെൻസ് കാറിലാണ് നടക്കുന്നതൊക്കെ പറയാറുണ്ട് അല്ലേ. അന്ന് R ശങ്കറും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് വന്ന ആൾക്കാരും ഒക്കെ ചെയ്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റവല്യൂഷനായിരുന്നു അത്. വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇദ്ദേഹം എന്താ ചെയ്തത്? ഒരു കോളേജ് അധ്യാപക നിയമനത്തിന് വാങ്ങിക്കുന്ന കാശിൻ്റെ പകുതി മതിയല്ലോ ഒരു നല്ല സ്കൂൾ ഉണ്ടാക്കാൻ മലപ്പുറത്ത്. എന്തുകൊണ്ട് ചെയ്തില്ല? സർക്കാർ അതിനെ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തിനാ സർക്കാർ അനുവദിക്കേണ്ട ആവശ്യം? ഈ ഇദ്ദേഹം ശാഖകളൊക്കെ, ശാഖാ സെക്രട്ടറിമാരെയൊക്കെ വലിയ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ലോക്കൽ കമ്മിറ്റി അല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യിച്ചു. അവിടെ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വലിയ വലിയ ഗുരുമന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൂടാ? അതല്ലെങ്കിൽ സർക്കാർ അനുവദിക്കത്തില്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ നടത്താറില്ലേ അല്ലേ? ഈഴവ മഹാസംഗമം വരെ നടത്തിയിട്ടില്ലേ? എന്തുകൊണ്ട് സർക്കാരിനെതിരെ അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് പിന്നെ അനുമതി വേണം പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തിക്കൂടാ? ഏത് ഗവൺമെൻറ് ആണെങ്കിലും. അപ്പം ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞതുപോലെ ഒരു ഒരേ സമയത്ത് CPMൻ്റെ വക്താവും, അതേ സമയത്ത് നവോത്ഥാനത്തിൻ്റെ വക്താവും, അതേ സമയത്ത് BJPയുടെ പിന്നെ പ്രചാരകനും ഒക്കെ ആയിട്ട് റോള് വഹിക്കുന്നൊരു മനുഷ്യനാണ്. നമ്മുടെ കേരള സൊസൈറ്റിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ റോൾ എന്താണ് ശരിക്കും? ഇപ്പം നജാഫ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം മുസ്ലിം ലീഗിനെയും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പച്ചയായിട്ട് മുസ്ലിങ്ങളെയും പറഞ്ഞു അല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നമ്മളിപ്പം ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വിശേഷിച്ചും ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഗുരുവിൻ്റെ നമ്മൾ എന്ത് പറയുമ്പോഴും ഈ ശ്രീനാരായണ ഗുരു പശ്ചാത്തലത്തിലുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ ഓർത്തില്ലെങ്കിലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, അല്ലെ അദ്ദേഹത്തിനും കൂടി ഈ പറഞ്ഞതുപോലെ അപമാനകരമാകുന്ന രീതി സംസാരിക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ്റെ സംഭാഷണം മുഴുവൻ അതുപോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നജാഫ് ഇപ്പം പറഞ്ഞിരിക്കുന്ന സ്ഥാനം, ഇപ്പം പിന്നെ ജി സുധാകരൻ ശരിയല്ലേ? ഇപ്പം ജി സുധാകരൻ പാണക്കാട് വെച്ച് പറഞ്ഞിരിക്കുന്നു, അവിടെ 72 ബൂത്തുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു. അവിടെ സലാമാണ് ഇദ്ദേഹത്തിനെതിരെ മത്സരിച്ച്, ഇദ്ദേഹത്തിൻ്റെ പഴയ ശിഷ്യൻ CPMല്ലേ. പക്ഷേ 72 മണ്ഡലങ്ങളിലും പിന്നെ വോട്ടിൻ്റെ ഭൂരിപക്ഷം, മുസ്ലിം ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജയ് സുധാകരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, പാണക്കാട് ശിഹാബ് തങ്ങളും അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത് കിട്ടിയതെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈ നജാഫൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് വാങ്ങിയിട്ട് പച്ചയ്ക്ക് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരു ഈ CPMൻ്റെ അജണ്ടയായിരുന്നു.
ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് ഭൂരിപക്ഷ സമുദായത്തിന് വോട്ട് LDFിൻ്റെ പെട്ടിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. സാർ അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കേണ്ടതുണ്ടോ? അതുള്ളതല്ലേ? ഏതാണ് ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉള്ളതാണല്ലോ. എവിടെയുണ്ട്? എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ. മലബാർ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ 90% ഹിന്ദു വോട്ടുകളും BJP കിട്ടിയത് അതിന്റെ തെളിവാണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഡിവൈഡ് എന്ന് പറയുന്നത് ശരിയല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗുകളിലെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ തീവ്ര മുസ്ലിം സംഘടനകളെയാണ്. ഈ കേരളത്തിൽ ഇങ്ങനെയെങ്കിലും വലിയ സ്പർദ്ധകളൊന്നും ഉണ്ടാകാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം. മുസ്ലിം ലീഗ് ഈ തീവ്രവാദത്തെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ഉദാഹരണത്തിന് NDF, സിമി, അതേപോലെ PFI ഇതെല്ലാം മുസ്ലിം ലീഗിൻ്റെ പുറത്താണ്. ഈ ബാക്കിയുള്ള ഹിന്ദു സമൂഹത്തേക്കാൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് മുസ്ലിം സമുദായത്തിൻ്റെ പുറത്താണ്. ഉദാഹരണത്തിന് ഇവിടെ കേരളത്തിലെ തീവ്രവാദം കടന്നു വരുന്നത് അബ്ദുൽ നാസർ മദനിയിലൂടെയാണ്. മദനിയെ CPM-ഉം ഇവിടുത്തെ ബുദ്ധിജീവികളും സെക്യുലറിസ്റ്റുകളും ഒക്കെ പിന്നെ തോളിലേറ്റി നടക്കുകയുണ്ടായി. ഈ തീവ്രവാദത്തിൻ്റെ സകല വിത്തും വാരി വിതറി വെള്ളമൊഴിച്ച് വളവിട്ട് വളർത്തിയത് തുടക്കത്തിൽ മദനിയാണ്. അന്ന് ഈ പൂന്തറ കലാപത്തിൻ്റെ സമയത്ത് അത് അന്വേഷിച്ച അരവിന്ദാക്ഷ മേനോൻ കമ്മീഷനിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്, ഇത് തുടക്കത്തിലേ ഇത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ കേരളത്തിന് വലിയ ശാപമാകുന്നു. പക്ഷെ പിന്നീട് വന്ന കരുണാകരൻ്റെ സർക്കാരാണെങ്കിലും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ നയനാർ സർക്കാരാണെങ്കിലും എല്ലാവരും ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സംഗതിയെ. ഒടുവിൽ പിണറായി പിന്നെ മദനിയെ സ്റ്റേജിലേക്ക് പിടിച്ചു കയറ്റി ആദരിച്ചിരുത്തി, അല്ലേ? അത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിലൂടെയാണ് കേരളത്തിൽ ഈ ഒരു തീവ്രവാദ സംസ്കാരം വന്നത്. പിന്നെ അവിടെയാണ് ആ സമയത്ത് ഈ മദനിയുടെ പ്രസംഗം കേൾക്കണമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് കുഞ്ഞാലിക്കുട്ടി എന്ന് പേര് ലോകത്തെവിടെയെങ്കിലും കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് അന്ന് മദനിയുടെ പ്രസംഗം ആരംഭിക്കുന്നത്. ചില പ്രസംഗങ്ങൾ മദനിയുടെ അന്നത്തെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്നവൻ അല്പം മുസ്ലിം വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് വാളെടുക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയൊക്കെ നേരിടുക എന്ന് വെച്ചാൽ അതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഗതിയാണത്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആ ഒരു മുസ്ലിം ഡിവൈഡ് ഇപ്പം അതുകൊണ്ടായിട്ട് കേരളത്തിന് ഗുണമുണ്ടാവുമോ? ഹിന്ദുക്കൾ ഗുണമുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇവിടെ സുധാകരൻ്റെ വിഷയം വന്നിരിക്കുന്നത് സുധാകരൻ ഇവരുടെ വോട്ട് വാങ്ങി. അപ്പോൾ അവരുടെ വോട്ട് വാങ്ങുകയും സുധാകരന് വേണ്ടി പ്രവർത്തിക്കുകയും അതേസമയത്ത് ഈ വെള്ളാപ്പള്ളി ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് അവർക്ക് എതിർ സ്ഥാനാർത്ഥി എച്ച് സലാമിന് വേണ്ടിയിട്ടാണ്. പരസ്യമായിട്ട് വെള്ളാപ്പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു. അപ്പം ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സുധാകരൻ അവിടെ പോയി അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് നീരസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ മലബാർ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തിരുവിതാംകൂറിലേക്കോ ഇല്ലെങ്കിൽ കൊച്ചി മേഖലയിലേക്ക് വരും പോലെ അല്ല. മലബാർ മേഖലയിൽ എന്ന് പറയുന്നത് ആകെ തന്നെ തീയരായിട്ടാണ് അവിടുത്തെ ഈഴവ സമൂഹം ജീവിക്കുന്നത്. വളരെ താഴ്ന്ന അവസ്ഥയിലാണ് ആ സമുദായത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ അതിസമ്പന്നരാണ് ഈഴവ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് തുല്യം, രാജാവിനേക്കാൾ ധനികരായിട്ടുള്ള ഈഴവരെ നമുക്ക് തിരുവിതാംകൂറിൽ കാണാൻ കഴിയും. പക്ഷേ അത് ഒട്ടും, അതായത് ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ അത്ര പോലും ജീവിതശേഷി ഇല്ലാത്ത, അതിലും താഴെയായിട്ടുള്ള അവസ്ഥയിൽ തീരെ ജീവിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വെള്ളാപ്പള്ളി അല്പം വൈകാരികമായി പോയ എന്താണ് സാർ തെറ്റ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി സംസാരിക്കാനല്ല ആ സമുദായത്തിന് തലപ്പത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഓരോ നിയമനം നടത്തുമ്പോഴും കോടികൾ കോളേജ് അധ്യാപക നിയമനത്തിന് വാങ്ങുമ്പോഴും കോടികൾ വാങ്ങി ഇടുന്നുണ്ട്, സ്കൂൾ അധ്യാപക നിയമനത്തിന് വാങ്ങിയിടുന്നുണ്ട്. എന്തുകൊണ്ട് അതിനകത്തുനിന്നൊരു ചെറിയൊരു ശതമാനം അവിടെയൊക്കെ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് വല്ല സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൂടാ? അതല്ലേ ചെയ്യണ്ടേ? അതല്ല, സർക്കാരിൽ നിന്ന് അനുമതി കിട്ടത്തില്ലെങ്കിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. പക്ഷേ നജാഫ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സാർ? അല്ല, നജാഫിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ പറഞ്ഞ അദ്ദേഹം മുസ്ലിം ലീഗ് ആരോ പോകട്ടെ, അദ്ദേഹം ജയിപ്പിക്കാൻ ശ്രമിച്ച ഈ പറഞ്ഞ പോലെ സുധാകരൻ തന്നെ പറയുന്നു, അവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 72 ബൂത്തുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ അവിടെ എനിക്ക് വോട്ട് കിട്ടി. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട് എന്നുള്ളവരും ഒക്കെ വളരെയധികം സഹായിച്ചു. പ്രാദേശികമായിട്ട്
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സാർ അതിലേറെ ഇല്ലേ അവിടുത്തെ ഹിന്ദു ഈഴവ വോട്ട്? അല്ലല്ല, വിഷയം അതല്ലല്ലോ. ഇപ്പം നമ്മൾ നജാഫിൻ്റെ പ്രസ്താവനയാണല്ലോ. ഹിന്ദു ഈഴവ വോട്ട് അതിലും കൂടുതലുണ്ട്. അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്മരണാർത്ഥം വെള്ളാപ്പള്ളിയെ കാണുന്നു. അല്ല, അത് ഈ ഹിന്ദുവും പിന്നെ ഈഴവരോട്ട് എങ്ങനെ പിന്നെ വെള്ളാപ്പള്ളിയുടെ ആവുന്നത്? വെള്ളാപ്പള്ളിയുടെ അവർ മുസ്ലിം ലീഗിന്റെ വോട്ട് എങ്ങനെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിയുടെ വോട്ട് CPM പോകണ്ടേ? CPM വേണ്ടിയിട്ടല്ലേ വെള്ളാപ്പള്ളി നിലകൊണ്ട് അവിടെ? CPM വേണ്ടി വോട്ട് ചെയ്യാനാണ് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പം പിന്നെ വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു അങ്ങനെ. പിന്നെ പിണറായി സർക്കാർ വീണ്ടും വരും എന്ന് പറഞ്ഞു. അത് പിണറായി സർക്കാരാണ് വരേണ്ടത്. ഈ സർക്കാർ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പരസ്യമായിട്ടല്ലേ വെള്ളാപ്പള്ളി ഗണേശൻ CPM വേണ്ടി ഇപ്രാവശ്യം രംഗത്തിറങ്ങിയത്. അപ്പോൾ ആ CPM വേണ്ടി സഹായിച്ച വെള്ളാപ്പള്ളി ഗണേശന് ഇദ്ദേഹം പോയി പൊന്നാട അണിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവും. അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കത്തില്ല, ഇല്ലേ? അതിനെ നമ്മൾ അംഗീകരിക്കണം. ഇതെല്ലാം ഈ ഒരു സോഷ്യൽ പശ്ചാത്തലത്തിൽ വേണമല്ലോ നമ്മളിതിനെയൊക്കെ കാണേണ്ടത്. എനിക്കവരോട് യോജിക്കാൻ കഴിയില്ല. കാരണം വെള്ളാപ്പള്ളി പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിന്റെ വോട്ട് തന്നെയാണ് ജി സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അതിപ്പോ വെള്ളാപ്പള്ളി അവിടെ എല്ലാ സമുദായക്കാരും ഉണ്ട്. അമ്പലപ്പുഴയിൽ എല്ലാ സമുദായക്കാരും ഉണ്ട്. പണ്ടും പിന്നെ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് ഈ സമുദായക്കാരുടെ എല്ലാം വോട്ട് കിട്ടാറുണ്ടായിരുന്നു. മുൻപും ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന് കിട്ടാറുണ്ടായിരുന്നു. ഈ ജി സുധാകരന് ഈ പറഞ്ഞ മുൻകോപിയും ക്ഷിപ്രകോപിയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ സുധാകരൻ സാർ എന്നാണ് അവരൊക്കെ എല്ലാവരും വിളിക്കുക. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും ആ ഒരു ബഹുമാനത്തോടുകൂടിയാണ് അദ്ദേഹത്തിനെ വിളിക്കുക. അപ്പോൾ അതിൻ്റെ പേരിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നജാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയോ നേതാവോ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമാർക്ക് അവരുടെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഒരു ലീഗുകാരൻ പറഞ്ഞിരുന്നെങ്കിലോ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു, അല്ലേ? ഇപ്പോൾ മലപ്പുറത്ത് പോയിട്ട് അവർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് സംയമനം പാലിച്ചതല്ലേ? ആണോ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ഇത് സൊസൈറ്റിയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. വെള്ളാപ്പള്ളി സമൂഹത്തിലൊരു സ്പർദ്ധ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഈ മന്നത്ത് പത്മനാഭനൊക്കെ ശ്രമിച്ചത് ഈ നായന്മാരെ മനുഷ്യനാക്കാനും അതേപോലെ ഈഴവരെ മനുഷ്യനാക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്, ഇപ്പോൾ സുകുമാരൻ നായരാണെങ്കിലും പിന്നെ വെള്ളാപ്പള്ളി നടേശനായാലും ശ്രമിക്കുന്നത് ഏതെങ്കിലും മനുഷ്യൻ ഈ സമുദായത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് നായരാക്കാനും അവരെ പിടിച്ച് ഈഴവരാക്കാനും വേണ്ടിയിട്ടാണ്. ആണോ അല്ലയോ? ഈഴവരുടെ കാര്യത്തിൽ അത് കൂടുതൽ ശരിയാണ് സാർ പറഞ്ഞത്. അല്ല, ജി സുധാകരൻ്റെ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ, എനിക്ക് ഈഴവൻ എന്ന് പറയുന്നത് എൻ്റെ അഭിമാനമാണ്, അല്ലേ? കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു സമൂഹത്തിലൊരു വ്യക്തിയുടെ സാമൂഹികമായ സ്ഥാനം നിർണ്ണയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ വ്യക്തിയുടെ നിലപാടുകൾ, ആ വ്യക്തി ഏർപ്പെടുന്ന മേഖല, അദ്ദേഹത്തിൻ്റെ സമീപനം സമൂഹത്തിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കണം, അല്ലേ? മദ്യം വിതരണം ചെയ്യുന്ന ഒരു മുതലാളി സമൂഹത്തിനെ മുന്നോട്ടാണോ നയിക്കുന്നത്, ബോധാവസ്ഥയിലാണോ നയിക്കുന്നത്, അതോ അബോധാവസ്ഥയിലേക്കാണോ നയിക്കുന്നത്? ഇതിലേക്കാണ് നയിക്കുന്നത്. ശരിയാണ്. അപ്പോൾ അത്തരം ഒരു വ്യക്തിക്ക് സാമൂഹികമായ പ്രസക്തി എന്താ ഉള്ളത്? ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന അബദ്ധമാണ്. കാരണം വെള്ളാപ്പള്ളി മദ്യരാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാകണമെന്നിരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹം മദ്യത്തിലൂടെ കയറി വന്ന മനുഷ്യനാണ്. ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. അല്ലേ? രണ്ട് തരം കർമ്മങ്ങളുണ്ട്. ഒന്ന് ഊർധ്വകർമ്മവും ഒന്ന് അധോകർമ്മവും. മനുഷ്യൻ അധോകർമ്മത്തിൽ ഇടപെടരുത്, ഊർധ്വകർമ്മത്തിൽ ഇടപെടണമെന്ന് ഗുരു പറഞ്ഞതാണ്. ഇദ്ദേഹം ഏർപ്പെടുന്ന കർമ്മം ഏതാ? അല്ലേ? അപ്പോൾ അതാണ് സമൂഹത്തെ പിന്നിലേക്ക് എല്ലാ ഘടകങ്ങളിലും മനുഷ്യൻ്റെ അവശേഷിക്കുന്ന ബോധാവസ്ഥ. സാധാരണ മനുഷ്യൻ്റെ അവശേഷിക്കുന്ന ഒരു ബോധാവസ്ഥ പോലും അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെതായ മനുഷ്യാണാം ഗുണം മനുഷ്യത്വം, ഗുരു പറഞ്ഞതാണ്. ആ മനുഷ്യത്വത്തിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് ഗുരു നടത്തിയത്. ഇത് അവശേഷിക്കുന്ന അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അതും കൂടെ നശിപ്പിക്കാനുള്ള പാനീയമാണ് ഒരു വിതരണം ചെയ്യുന്നത്. എന്നിട്ട് സാമൂഹികമായ കാര്യം പറയുന്നു. അവിടെയാണ് ഇതിൻ്റെയൊക്കെ അപകടം വരുന്നത്. ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മുടെ കേരളത്തിനെ പോലുള്ള സൊസൈറ്റി തിരിച്ചറിയണത്. അത് ഇനി നമ്മൾ വൈകി കഴിഞ്ഞ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഇപ്പം നജാഫ് ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്.
അതും ഈ പറഞ്ഞതുപോലെ സ്പർദ്ധകളുണ്ടാക്കും. ഇപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MSFൻ്റെ ഒരു നേതാവ് വെള്ളാപ്പള്ളി ഗണേശനെതിരെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് അതിനകത്ത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാവും, അവരും തിരിച്ചു പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത വ്യക്തികൾക്ക് അവരർഹിക്കാത്ത പ്രാധാന്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അത് വെള്ളാപ്പള്ളിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ പൊതു അന്തരീക്ഷത്തെയും ഒക്കെ പറഞ്ഞാൽ മതി, മാധ്യമങ്ങളെയും ഒക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന നിർലോഭമായ സഹകരണം കൊണ്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. സഹായം നമുക്ക് വേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അത് ചെയ്യണം. ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ചാനലിലെ ലോഗോ IND എന്ന് പറയുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടേക്ക് വെറുതെ അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള നീല നിറത്തിലുള്ള ബാറിലൊന്ന് വിരലമർത്തിയാൽ മതി. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലുണ്ട്, ഒരു മണി ചിത്രമുണ്ട്, അവിടെ കൂടി ഒന്ന് വിരലമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യ ലൈവിനെ സഹായിക്കണം.